ഓഫീസിൽ എന്തോ നിസ്സാര കാര്യത്തിന് അപ്പോട്ടിനോട് ഇങ്ങനെ വേണ്ടായിരുന്നു. നീ ഇതെന്തറിഞ്ഞിട്ടാ തൊള്ള ഓർക്കുന്നത്? നിസ്സാര കാര്യയാത്ര, കാര്യത്തിന്റെ ഗൗരവം അത് അനുഭവിക്കുന്നത് എനിക്കറിയാം. ഇത് ബിസിനസ്സാ, കുട്ടിക്കളിയല്ല. പിന്നെ ഞാനതിനാ ഇത്രയും കാലം ഇംഗ്ലണ്ടിൽ പോയി വേഷം കെട്ടിയത്. ഒന്ന് പതുക്കെ. അപ്പോട്ടിന്റെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും ഒരു അപ്പുവേട്ടൻ. സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡ് അത് തന്നെ. ഞാൻ ആരും അല്ലല്ലോ, നിനക്കും അത് തന്നെ. എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയാക്കി കാണിച്ചിട്ട് കയ്യടി വാങ്ങാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇനി ഇതിനെ ചൊല്ലി വർത്തമാനം പറഞ്ഞ് നീയും രേവതിയും തമ്മിൽ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവണ്ട. ഞാൻ എന്റെ ഭാര്യയുടെ മുന്നിലൊന്ന് മനസ്സ് തുറന്നു പോയി. ഇവിടെ അതും പാടില്ലേ? മോനെ, ഓഫീസിൽ അങ്ങനെ പറ്റിപ്പോയി. നീ പഠിച്ചോനല്ലേ, മനസ്സിലാവൂലോ. അപ്പൂരിന്റെ തലയിൽ തഴമ്പേ ഉള്ളൂ, കിണ്ടൽജാക്ക് പേരിന്റെ തഴമ്പ്. ഇപ്പൊ ഇവരില്ല. പഠിച്ച തലയ്ക്ക് തഴമ്പുണ്ടാവില്ല, പക്ഷെ അതിന് എവിടെ ഒരു വിലയുണ്ടാവും. നിനക്കതുണ്ട്, ഉണ്ടാകുകയും വേണം. അതില്ലാണ്ടാക്കാൻ വേണ്ടി, നിന്നെ മോശക്കാരനാക്കാൻ വേണ്ടി നിന്റെ അപ്പേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ എന്റെ തന്ത്രം. പറയാനുള്ളത് പറഞ്ഞ് ചെയ്യാനുള്ളത് ചെയ്ത് മറ്റുള്ളവർ എന്നോട് ഇങ്ങോട്ട് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ മറന്ന് അതാരും കാണാതെ എന്റെ സങ്കടത്തിന്റെ കണക്കിൽ വെക്കുക. അത് അപ്പേട്ടൻ്റെ ഒരു തന്ത്രം തന്നെയാണ്, ജീവിത കച്ചവടത്തിലെ തന്ത്രം. അത് നീ പഠിച്ച MBA ഉണ്ടാവില്ല. ആ തന്ത്രം ഇല്ലെങ്കിൽ ജീവിതമില്ല, ബിസിനസ് ഇല്ല, കുടുംബമില്ല, ബന്ധങ്ങളില്ല. അപ്പേട്ടൻ്റെ ചെറിയ ബുദ്ധിയിൽ ആലോചിച്ചാൽ ഈ ലോകം തന്നെ ഉണ്ടാവില്ല. മറന്നേക്ക്, നിനക്ക് നാളെ ഒരുപാട് പണിയുള്ളതല്ലേ. അതിൻ്റെ ഇടയിലാ എന്റെ വിവരക്കേട് കൊണ്ട് ഓരോ കാര്യമില്ലാത്ത കാര്യങ്ങൾ. ചെല്ല്, പോയി തുടങ്ങി ചെല്ല്. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കയ്ക്കൊന്നും ഇപ്പോ പഴയ മധുരമില്ല. മറ്റെവിടത്തെക്കാളും ഇവിടെ കാറുകൾക്ക് കൂടുതൽ മൂവ്മെന്റ് ഉണ്ട്. അത് കമ്പനിയെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയുടെ മാത്രം കഴിവല്ല, സാറിന്റെ എഫിഷ്യൻസി, ബ്രില്യൻസ് ആൻഡ് ഡെഡിക്കേഷൻ. താങ്ക്സ്. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. യെസ്. നാളെയാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ. സാറിന് അസൗകര്യമില്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒന്ന് വന്നാ. അയ്യോ സോറി, ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യുക, പ്രസംഗിക്കുക, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ആ തന്നെയല്ല, നാളെ നമുക്കൊരു ബിസിനസ് ടൂർ ഉണ്ട്. ഐ വാണ്ട് യു ടു ജോയിൻ മീ. ഷുവർ സർ. ഗുഡ്. ഹലോ. ഹായ്. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറി. ഓൾവേസ് വെൽക്കം. അപ്പോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ സർ? പ്ലീസ്. മലയാളിയാണോ? അതെ. ആ. ഹരിയുടെ പുതിയ കാൽവെപ്പ് എങ്ങനെ? കുഴപ്പമില്ല. ഞാന് എന്റെ കാര്യം ഓർക്കായിരുന്നു. ലീല ഗ്രൂപ്പിനോട് പകയും മനസ്സ് വെച്ച് നടന്നു കുറെ കാലം. ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് അസൂയായിരുന്നു. ഒരു വൻമരത്തിനോട് കുറ്റിച്ചെടിക്ക് തോന്നുന്ന വിവരം കെട്ട അസൂയ. ഇനി ബിസിനസ്സിൽ എനിക്കൊന്ന് തെളിയണം. എനിക്കതിന് ഹരിയുടെ ഉപദേശങ്ങളും സഹായങ്ങളും വേണം. പല പ്ലാനുകളും പദ്ധതികളും മനസ്സിലുണ്ട്, സഹായിക്കണം. എന്തായത്? ഞാനുണ്ട് ശിവന്റെ കൂടെ. മതി, എനിക്കത് മതി. വരട്ടെ ഹരി, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. Good evening, sir. Come on. സൂട്ട് കേസ് അവിടെ വെച്ചേക്കൂ, ബാഗ് അപ്പുറത്ത്. ഒരു ലോങ് ജേണിക്കിടയിലെ ഷോർട്ട് ബ്രേക്ക്, അങ്ങനെ കരുതിയാൽ മതി. ഫ്രഷ് ആയിക്കോളൂ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, എന്നിട്ട് യാത്ര തുടരാം. ഓക്കേ സർ. ಬಂದು ರೂಮ್ ಆಗ ತರ್ತೀನಿ ಅಷ್ಟೇನಾ? ಇನ್ನು ಏನಾದ್ರು സർ, ഇപ്പൊ വരാം. യെസ്, കം ഇൻ. വാവ്, തനിക്ക് എന്തും ചേരും. താങ്ക് യു സർ. ഓ, ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കൂടെ? ഓക്കെ സർ. ആ
പ്ലീസ്. വി ആർ ഹ്യൂമൻ ബീങ്സ്. അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളും കുസൃതികളും ഒക്കെ ഉണ്ടാവും. ഒന്നും മറച്ചു വെക്കുന്നില്ല. മൈസൂരിലേക്കെന്ന് പറഞ്ഞുള്ള ഈ ബിസിനസ് ടൂർ വേണിയോടൊത്തുള്ള ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്താ ഞാൻ ചീറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം അങ്ങയുടെ തീരുമാനം. എനിക്ക് എന്റെ ഡ്യൂട്ടിയും. എങ്ങും തൊടാതെയുള്ള ഈ മറുപടി എനിക്കിഷ്ടായി. അതിരിക്കട്ടെ, വിവാഹത്തെ കുറിച്ച് വേണിയുടെ ഒപ്പീനിയൻ എന്താണ്? സോറി സർ. നോ പ്രോബ്ലം. ഹായ് ദീപക്, ഹൗ ആർ യു? സോറി, നീ ആരോടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ. ഞാൻ ഒരാഴ്ചക്കകം അയച്ചു തരാം. ആ ആണോ? ഫൈൻ. ഒരാഴ്ചത്തെ കാര്യമല്ലേ, താമസിക്കാനുള്ള ഇടമൊക്കെ ഞാൻ ഇവിടെ ഏർപ്പാട് ചെയ്തോളാം. ഓക്കെ ബൈ. എന്റെ ഫ്രണ്ടാ ദീപക്, പ്രത്യേക ടൈപ്പാ. ആളിപ്പോ എവിടുന്നാ? ഗോവന്നാ. MCക്ക് നാഷണൽ റാങ്കാ. പക്ഷെ ഒരു കമ്പനിയിലും 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്തതായി അറിവില്ല. ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത പ്രകൃതം. പോക്കറ്റ് കാലിയാവുമ്പോ എന്നെ വിളിക്കും. കൃത്യമായിട്ട് തിരിച്ചു തരൂ കേട്ടോ. പുള്ളി അടുത്ത ആഴ്ച കാലിക്കറ്റിലേക്ക് വരുന്നുണ്ടെന്ന്. നമുക്കൊരുമിച്ച് കൂടിക്കളയാന്നേ, എന്താ? ഷുവർ. വെൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു ഡ്രിങ്ക് ഞാൻ ഓഫർ ചെയ്താൽ? ജസ്റ്റ് ഫോർ മീ. താങ്ക്സ് എ ലോട്ട്. മനപ്പൊരുത്തമില്ലാത്ത 2 പേർ. നരകമാണ് ആ ജീവിതം. പ്ലീസ്. വീട്ടുജോലിക്കൊരു വേലക്കാരി മതി, ഭാര്യ അതല്ലല്ലോ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ഇന്നേ വരെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ, ഇൻസ്പയർ ചെയ്യാൻ ഒരാൾ. ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന്റെ ബേസിക് എലിമെന്റ്സ് അതൊക്കെയാണ്. തെറ്റിദ്ധരിക്കരുത്, എന്റെ ബിസിനസ്സിലും എൻറ്റയർ ലൈഫിലും വേണിക്കതിന് പറ്റുമോ? വേണിയുടെ മറുപടി അതെന്തു ആവാം. ബട്ട് ഐ നീഡ് യു. ഐ നീഡ് യുവർ പ്രസൻസ്. സർ, എനിക്ക് അതിനുള്ള മതി, എനിക്കത് മതി. മോളെ. അയ്യോ, ഇവള് ഉറങ്ങിയോ? മോളെ, മോൾ ഇവിടെ കിടന്നോട്ടെ എടുത്തി. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ നിനക്ക്? മോളെ, പണ്ടൊക്കെ ഇവളുടെ കാര്യം ഇതിലേറെ കഷ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ അച്ഛനുണ്ട്, ഞാനുണ്ട്, ഇവിടെ മക്കളും ജോലിക്കാരും ഒക്കെ ഉണ്ടല്ലോ. അന്നൊക്കെ ഞാനും അച്ഛനും ഓരോരോ വഴിക്കാ. ഈ വലിയ വീട്ടിൽ ഇവിടെ ഒറ്റയ്ക്ക് പേടിച്ച് മിണ്ടാതിരിക്കും പാവം. നാടൊട്ടൊക്കെ ഓടി നടക്കുന്നവരാ ബിസിനസ്സുകാര്. എപ്പോഴും വീട്ടിലിരിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടാ. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഭയങ്കര ധൈര്യക്കാരിയാണെന്ന്. ഇനി മുതല് നീ ഹരിയില്ലാത്ത ദിവസം രേവതിക്ക് കൂട്ടുകിടക്കും. ഇല്ലെങ്കിൽ അമേരിക്കയിൽ നമ്മളെ തമാശക്കാരൻ അച്ഛൻ വിളിക്കുമ്പോൾ പറയും എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. ഏതായാലും നീ ഇന്നിവിടെ കിടന്നോ. അതൊന്നും വേണ്ട ഏട്ടാ, മോൾ ഇവിടെ കിടന്നോട്ടെ. ആയിക്കോട്ടെ, കുറച്ച് നേരം സംസാരിച്ചിരിക്കും. എടുത്തേക്ക് ഇഷ്ടായോ നോക്കിയേ. ഹരിയേട്ട മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ഓ, നന്നായിട്ടുണ്ട്. ഇതും അസലായിട്ടുണ്ട് കേട്ടോ. എന്തോ എനിക്കിപ്പോ ഇതൊന്നും ചേരില്ല എന്നൊരു തോന്നല്. എടുത്തിട്ട് ഈ വേഷങ്ങളാ എനിക്കിഷ്ടം. പിന്നെ ഹരിയേട്ടൻ നിർബന്ധം പിടിച്ചപ്പോ ഇട്ടുന്നേ ഉള്ളൂ. അതന്നെ വേണ്ടത് മോളെ. മിന്നു കെട്ടിയ പുരുഷന്റെ കാൽച്ചോട്ടിലാ നമ്മുടെ സ്വർഗം. അവരുടെ ഇഷ്ടങ്ങളായിരിക്കണം നമ്മുടെ ഇഷ്ടം. ഹരിയുടെ വരവോടെ എന്റെ അപ്പുവിന്റെ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടി. അതെ, അതുകൊണ്ട് മംഗലാപുരത്തെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൂന് ശ്രദ്ധിക്കാനും പറ്റുന്നുണ്ട്. ഇനിയിപ്പൊ കണ്ണടഞ്ഞു പോയാലും എനിക്ക് സന്തോഷേ ഉള്ളൂ. അതെന്താ? വന്ന് കയറുന്ന പെൺകുട്ടിയെ ആശ്രയിച്ചിരിക്കും ഒരു കുടുംബത്തിലയക്കാം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ അത്? 2 തല ചേർന്നാലും 4 മതി മതി മതി. തനിക്ക് ഈ ജാതി പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസല്ലേ? ചോദിച്ചോണ്ട് പറഞ്ഞതല്ലേ. അതെ അതെ. വന്നു. എന്താ എന്താ മക്കളെ, നിങ്ങളുടെ സ്കൂള് പൂട്ടിയോ? ഞങ്ങളുടെ സ്കൂളല്ല, അച്ഛന്റെ സ്കൂൾ അമ്മ പൂട്ടിച്ചു. മീനാക്ഷി, ഞാൻ പറയുന്നത് ഞാനേ പോയി വെളിച്ചാമരം എടുത്തോണ്ട് അല്ല വിശറി എടുത്തോണ്ട്. താനിവിടെ നിക്കണം. നിന്ന് മോങ്ങാതെ കാര്യം പറ. എന്നാ പിന്നെ തുറക്ക്. അച്ഛാ, പെട്ടിയിലൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണോ പെട്ടി? പെട്ടിന്നാ പറഞ്ഞത്. അവനവന്റെ പേര് അശരീരി കേൾക്കുക. തുറക്ക് 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 കാണട്ടെ.
ടൂറിസം പരിപാടിയായി വൈത്തിരിയിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ മിനിഞ്ഞാന്ന്. ഇന്നലെ നമ്മുടെ ഡ്രൈവർ വേലാതെ വിളിച്ചപ്പോ പറയാ ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. തെക്കോട്ടാണെന്ന് പറയും, വടക്കോട്ട് എന്ന് ലാൻഡ് ചെയ്യും. ആണോടോ? ആരോടാ? തന്നോട് തന്നെയാ ചോദിച്ചത്. അതെ, വൈത്തിരി പോയി വരുന്ന വഴി ചെറുതുരുത്തി വഴി തിരിഞ്ഞു. വൈത്തിരി മനുഷ്യനെ മനക്കെടുത്താൻ താൻ മിണ്ടി പോവരുത്. താൻ ഒരുത്തം കാരണം എങ്ങനെയൊക്കെ ഉണ്ടായത്? അതെ അതെ. തുറക്കടി. അത് വാങ്ങി തുറക്കടോ. കാലൊന്നും പിടിക്കണ്ട. അയ്യേ, കാല് പിടിക്കാനല്ല, പെട്ടി തുറക്കാനാ. ഇങ്ങോട്ട് തന്നെ. ഇത് കണ്ടോ? ഇത് ഏതൊരുമ്പട്ടോൾക്ക് കൊടുക്കാനൊന്ന് ചോദിക്കച്ചാ. എന്താടോ ഇതൊക്കെ? ഇത് ആർക്ക് വാങ്ങിയതാ നീ? ടൂറിസത്തിന്. അവള് നിന്റെ ആരാ? നാട്ടുകാരുടെ മുഴുവനാ. നിർത്തടോ. ഇതാ കുഴപ്പം. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴൊക്കെ എടുത്തു കടന്ന ഇവളുടെ ഈ സ്വഭാവം അച്ഛനിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്റെ സ്വഭാവം എന്റെ മോൾക്കല്ലാതെ പിന്നെ. കണ്ടോ തെറ്റിദ്ധരിച്ചു. അച്ഛാ, ഒരു മിനിറ്റ്. ഈ പെട്ടി തുറന്നതുപോലെ ഞാൻ എന്റെ മനസ്സൊന്ന് തുറന്നോട്ടെ. ഇത് കലാമണ്ഡലത്തിൽ പോയി വിദഗ്ധരുമായി ചർച്ച നടത്തി കഷ്ടപ്പെട്ട് രൂപകൽപ്പന ചെയ്ത കേരളീയ സങ്കര സംസ്കാരമാണ്. മനസ്സിലായില്ല. പറയാം. ഇത് വൈത്തിരിയിലെ റിസോർട്ടിലെ ഊഞ്ഞാലുകളിൽ സായിപ്പന്മാരുടെ മുമ്പിൽ പുളകം കൊണ്ടാടാനുള്ളതാണ് ഈ വേഷം. കണ്ടോ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. കഥകളി കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ, മോഹിനിയാട്ടം ആസ്വദിക്കണമെങ്കിൽ ഒന്നുമില്ല, ഇതങ്ങ് പൊക്കിയാ മതി. അഡിങ്കി. ഇനി അതല്ല, ക്യാബ്രയാണ് കാണണമെങ്കിൽ ഇങ്ങനെ ഒരു ചാട്ടം. നിർത്തടോ, നിർത്താൻ. മോളെ, എന്താ അച്ഛാ? ദേഹോപദ്രവം തുടങ്ങിയോ? ഇതുവരെ ഇല്ലച്ചാ. ഗണപതി, ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. അപ്പു മംഗലാപുരത്ത് പോയത് നിങ്ങളുടെ നല്ല കാലം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് പുറം പൂച്ചുകളിലും ഭംഗിവാക്കുകളിലും ഒന്നുമല്ല. അത് മനസ്സിലാ, മനസ്സിന്റെ സത്യത്തിലാ. സ്നേഹവും സത്യവുമുള്ള ഒരു കുടുംബജീവിതം ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് എന്തിനാടോ? ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുക, ഇതൊന്നും കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞതല്ല. എന്ന് ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പറ്റുമോ അന്ന് എന്നെ വന്ന് കണ്ടാ മതി രണ്ടാളും. ശരി. കുട്ടികൾ കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ല? അതല്ലടി കുടുംബജീവിതത്തിന്റെ ഒരു വലിയ പോയിന്റ്. എന്താ പിന്നെ തുടങ്ങിയ നീ? അയ്യോ, അതല്ല, വെറുതെ. നമ്മുടെ സ്വർഗത്തിന്റെ താക്കോൽ. എന്താ, ഇഷ്ടായോ വേണിക്ക്? ഇതിനൊക്കെയുള്ള അർഹതയുണ്ടോ എന്ന് പേടിയുള്ളൂ എനിക്ക്. താങ്ക് യു. ഈ സ്വർഗ കവാടം തുറന്ന ദിവസം തന്നെ ഒരു ഗുഡ് ന്യൂസ് പറയാം. ഒരു പുതിയ ബിസിനസിനെ കുറിച്ച്. നമ്മുടെ ലീല കോളനി ഡെമോളിഷ് ചെയ്ത് അവിടെ നഗരത്തിനകത്ത് മറ്റൊരു നഗരം പണിയാൻ പോകുന്നു. ഐ മീൻ അപ്പാർട്ട്മെന്റ്സ്, ഷോപ്പിംഗ് ആർക്കേഡ്സ്, മിനി തിയേറ്റേഴ്സ്, വില്ലാസ്, സോ ആൻഡ് സോ. വെൽ, സംതിങ് ലൈക്ക് എ മിനി മെട്രോ. എന്തു പറയുന്നു? ഈ ബുദ്ധിയിൽ തെളിഞ്ഞാൽ അത് മോശമാവില്ലല്ലോ. ഭാരത് മോട്ടോഴ്സ് ശിവനാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വെച്ചത്. അയാൾ തന്നെയാണ് പാർട്ട്ണറും. ശിവനോ? അയാളെ ഒരു ബിസിനസ് പാർട്ട്ണറായി വിശ്വസിക്കാമോ? ബിസിനസ്സിലെ വിശ്വാസങ്ങളൊക്കെ ഒരു അഭിനയ. അവനെ വിശ്വസിക്കാൻ അത്ര തന്നെ. പക്ഷേ ചെറിയൊരു പ്രശ്നം വരും. അപ്പുവേട്ടൻ, 2 കാര്യങ്ങളായിരിക്കും ഇഷ്യൂസ്. ഒന്ന് ശിവനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, മറ്റൊന്ന് കോളനി പൊളിക്കുന്നത്.
സാർ വെബൻ സഫിറ്റിന്റെ 75% റീഇൻഫോഴ്സ്മെന്റ് കഴിഞ്ഞു. ബാക്കി 25% 2 ദിവസം കഴിയും. ഹലോ, ആ എന്താ സ്വാമി? പൊളിച്ചു തുടങ്ങിയത്? ഓഹോ, അപ്പൊ ശിവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയല്ലേ? വീട് പോയോ പോട്ടാ? പണം ഉള്ളത് കൊണ്ട് പണക്കാരനും അതില്ലാത്തോണ്ട് പാവപ്പെട്ടവനും അതിനുവേണ്ടി ചീത്താവും. അതങ്ങനെയാ, അങ്ങനെയാ ലോകനീതി. നിങ്ങൾ ആരും എവിടെയും പോണ്ട. അപ്പോ പറയുന്നേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ മണ്ണില് എന്റെ അമ്മയുടെ പേരിലുള്ള ഈ മണ്ണിൽ തന്നെ ഉണ്ടാവണം. ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ, എന്റെ മാവും പൂക്കും കായ്ക്കും. പൂത്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ശിവൻ, ആൾക്കാർ ഇനി ഒഴിഞ്ഞു പോകാനുണ്ട്. കുറെ സെന്റിമെന്റൽ തെണ്ടികൾ ഉണ്ടവിടെ. അപ്പേട്ടന്റെ അമ്മയുടെ പേരിലാണ് അത്ര ആ കോളനി. അതേടാ, എന്റെ അമ്മയുടെ പേരിലുള്ളതാ ലീല കോളനി. നോട്ട് കെട്ടുകൾ കൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് ധരിച്ച നിനക്ക് തെറ്റി. നീ തെണ്ടിന്ന് വിളിച്ച പാവങ്ങളില്ലേ, നിന്റെ പണത്തേക്കാൾ വിലയുണ്ട് അവർക്ക് ലീല ഗ്രൂപ്പിനുള്ള നന്ദിക്കും കടപ്പാടിനും. നീ വിലയ്ക്ക് വാങ്ങിയിട്ടില്ലാത്ത അവരെ വീടും കൂടിയും എന്ത് ധൈര്യത്തിലാണ് നീ പൊളിച്ചു മാറ്റിയത്? അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. നമ്മളെ ലോക പോലീസ് ആകണ്ട. അതേടാ, ഇതുപോലെ ലോക്കൽ പോലീസാന്ന് വിചാരിച്ചോ? ഈ എംബോക്കികളുടെ ബലത്തിലായിരിക്കും ബമ്പത്തരം കാണിക്കുന്നത്. വേണ്ടേ? മിസ്റ്റർ, മാന്യമായി സംസാരിക്കണം. അത് മാന്യന്മാരോട്. കാശുകാരന്റെ എച്ചിലും നക്കി പാവപ്പെട്ടന്റെ കൂര വിളിക്കാൻ കൂട്ടുനിൽക്കുകയും അതിന് ചൂട്ടുപിടിക്കുകയും ചെയ്യുന്ന രപ്പന്മാരോട് ഇതല്ല, ഇതിനേക്കാളും ചീഞ്ഞ ഭാഷ വേറെയാണ്. അതൊന്നും എന്നെ കൊണ്ട് വിളമ്പിക്കില്ല എന്റെ പൊന്നേമാനെ. തന്നെ ഇങ്ങോട്ടാരും വിളിച്ചില്ല. വരേണ്ടടുത്ത് വരാനും പറയേണ്ടത് പറയാനും ആരും വിളിക്കണമെന്നില്ല. രാവും പകലും കൂട്ടിമുട്ടിക്കാൻ ചോര നീരാക്കുന്ന പാവങ്ങളുടെ നെഞ്ചത്ത് തന്നെ വേണോ നിനക്ക് കെട്ടിപ്പോക്കാൻ? സമ്മതിക്കില്ല ഞാൻ. എന്റെ കാശ് കൊണ്ട് ഞാൻ എന്തെവിടെ കെട്ടണം കെട്ടണ്ടെന്ന് തീരുമാനിക്കാൻ താനാരാടോ? നിന്റെ അമ്മയുടെ നെഞ്ചത്ത് തന്നെ ഞാൻ കെട്ടിപ്പൊക്കും എന്റെ സാമ്രാജ്യം. അതിന് മാത്രം ആയോടാ? കെട്ടിപ്പൊക്കോടാ നീ. കെട്ടിപ്പൊക്കോ. ലീലാ ഗ്രൂപ്പിനോടാ കളി. ലീലാ കോളനി അവിടെ അങ്ങനെ തന്നെ വേണമെങ്കിൽ നീ വീട്ടിൽ ചെന്ന് നിന്റെ ഈ കൈക്കരുത്ത് അവിടെയുള്ള നിന്റെ പുന്നാര അനിയനോട് കാണിക്കണം. ഞാൻ അവിടെ തുടങ്ങാൻ പോകുന്ന എന്റെ ബിസിനസിൽ പാർട്ണർ വേറെ ആരുമല്ല, നിന്റെ അനിയനാ ഹരി. ലീലാ കോളനി അവിടെ വേണോ വേണ്ട എന്ന് ഇനി ലീലയുടെ മക്കൾ തമ്മിൽ തീരുമാനിച്ചാൽ മതി. ചെല്ല്. പോടോ.